ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിമാനയാത്രയിൽ കയ്യിൽ കരുതാവുന്ന ഹാൻഡ് ബാഗിന്റെ ഭാരപരിധി എയർ അറേബ്യ ഉയർത്തി. പ്രവാസി മലയാളികൾക്കടക്കം യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാകുന്നതാണ് ഈ തീരുമാനം. ഇനി മുതൽ എയർ അറേബ്യ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് 10 കിലോ വരെ ഭാരം കയ്യിൽ കരുതാം. 7 കിലോ ഭാരമാണ് മറ്റു വിമാനങ്ങളിൽ ഹാൻഡ് ബാഗിന് അനുവദിച്ചിരിക്കുന്ന പരമാവധി ഭാരം. ഈ ഭാരപരിധിയിൽ ഒരു ഹാൻഡ് ബാഗിന് പുറമെ ഒരു പേഴ്സണൽ ബാഗ് കൂടി യാത്രക്കാർക്ക് കയ്യിൽ കരുതാം. ബാഗ് പാക്ക്, ഡ്യൂട്ടി ഫ്രീ ബാഗ്, ചെറിയ ബാഗ് എന്നിവയാണ് യാത്രക്കാർക്ക് കൈവശം വയ്ക്കാവുന്നത്. ഇതിനു പുറമെ കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് 3 കിലോ വരെ അധിക ഭാരം ഹാൻഡ് ബാഗിനാക്കാമെന്നും എയർ അറേബ്യ തീരുമാനിച്ചിട്ടുണ്ട്. 2 ബാഗുകളും 10 കിലോയിൽ കൂടരുതെന്നാണ് തീരുമാനം. പ്രവാസികൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. നേരത്തെ ഹാൻഡ് ബാഗിന് പുറമെ അധിക ബാഗ് കയ്യിൽ വെക്കുന്നത് പല വിമാന കമ്പനികളും നിയന്ത്രിച്ചിരുന്നു. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഈ വർഷത്തെ ഹജ്ജ് കരാറിൽ ഇരു രാജ്യങ്ങളിലെയും മന്ത്രിമാർ ഒപ്പുവെച്ചു. ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ സൗദി ഹജ്ജ് ഉംറ കാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തൗഫീഖ് ബിൻ ഫൗസാൻ അൽ റബിയ, ഇന്ത്യൻ പാർലമെന്ററി ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ ഖാൻ, ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് അൻസൂരി, ഹജ്ജ് കൗൺസിലർ അബ്ദുൽ ജലീൽ, ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യക്കായി നേരത്തെ അനുവദിച്ച ഹജ്ജ് ക്വാട്ടയായ 1,75,025 തീർത്ഥാടകർ എന്നത് തന്നെയാണ് ഈ വർഷവും അനുവദിച്ചിരിക്കുന്നത്. 10,000 അധിക ക്വാട്ട ഇന്ത്യ ആവശ്യപ്പെടുമെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും നേരത്തെയുള്ള ക്വാട്ടയിൽ മാറ്റമുണ്ടായിട്ടില്ല. ജിദ്ദ സൂപ്പർഡോമിൽ ഇന്നു മുതൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ഹജ്ജ് ഉംറ എക്സിബിഷൻ ആൻഡ് കോൺഫറൻസ് പരിപാടികളിൽ മന്ത്രി കിരൺ റിജിജു പങ്കെടുക്കും. ഇന്ത്യൻ തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനായി ജിദ്ദ ഹജ്ജ് ടെർമിനലിൽ ഒരുക്കുന്ന ഹജ്ജ് മിഷൻ ഓഫീസ് അടക്കമുള്ള സൗകര്യങ്ങളും മന്ത്രി സന്ദർശിക്കും. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും മക്കയിലേക്ക് ഇന്ത്യൻ തീർത്ഥാടകർക്കുള്ള ഹറമൈൻ ട്രെയിൻ സർവീസ് ഉപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മന്ത്രി പരിശോധിക്കും. സൗദി അറേബ്യയിൽ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ പിടികൂടപ്പെട്ട 10,000-ലേറെ പേരെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ സൗദി അധികൃതർ നാടുകടത്തി. കഴിഞ്ഞ ആഴ്ച മാത്രം 19,418 പേർ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ അറസ്റ്റിലായതും ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട പ്രതിവാര കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധികൃതർ ജനുവരി ആദ്യ ആഴ്ചയിൽ നടത്തിയ പരിശോധനകളിലാണ് ഇത്രയും പേർ പിടിയിലായത്. വിസ, തൊഴിൽ, അതിർത്തി രക്ഷ, സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനാണ് ഇത്രയേറെ പ്രവാസികൾ അറസ്റ്റിലായതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നേരത്തെ അറസ്റ്റിലായി കരുതൽ തടങ്കലിൽ കഴിയുകയായിരുന്ന 10,319 പ്രവാസികളെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സൗദിയിൽ നിന്നും നാടുകടത്തിയത്. അറസ്റ്റിലായവരിലും നാടുകടത്തപ്പെട്ടവരിലും നിരവധി ഇന്ത്യൻ പ്രവാസികൾ ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ഒമാൻ സന്ദർശിക്കുന്ന അറബ് ആഭ്യന്തരമന്ത്രിമാരുടെ കൗൺസിൽ സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് ബിൻ അലി ഖോമാൻ ആഭ്യന്തര മന്ത്രി സെയ്ദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ സുരക്ഷാ മേഖലകളിൽ സംയുക്ത അറബ് സുരക്ഷാ സഹകരണം വികസിപ്പിക്കുന്നതിനുള്ള വഴികൾ അവലോകനം ചെയ്യുന്നതിനോടൊപ്പം വരാനിരിക്കുന്ന അറബ് ആഭ്യന്തര മന്ത്രിമാരുടെ കൗൺസിലിന്റെ യോഗത്തിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും യോഗത്തിൽ കൈമാറി. ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ഖാലിദ് ബിൻ ഹിലാൽ അൽ ബുസൈദി, പോലീസ് കസ്റ്റംസ് ഫോർ ഓപ്പറേഷൻസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ മേജർ ജനറൽ അബ്ദുള്ള ബിൻ അലി അൽ ഹർത്തി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മസ്ജിദ് സന്ദർശിക്കാൻ അധികൃതർ ഫീസ് ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നു. സന്ദർശക അനുഭവവും മാനേജ്മെന്റും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഭാഗമായാണ് നിശ്ചിത സന്ദർശന ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് സുൽത്താൻ ഖാബൂസ് ഹയർ സെന്റർ ഫോർ കൾച്ചറൽ ആൻഡ് സയൻസ് വിഭാഗം അറിയിച്ചു. ഫീസ് ഏർപ്പെടുത്തിയത് സംബന്ധിച്ച ചർച്ചകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്നതോടെയാണ് അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തിയത്. വിനോദസഞ്ചാരികൾക്ക് 8.4 റിയാൽ, താമസക്കാർക്ക് 3.1 റിയാൽ, സ്വദേശികൾക്ക് 1.5 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. അതേസമയം 5 നേരത്തെ പ്രാർത്ഥനകൾക്കായി മസ്ജിദ് മുസ്ലിങ്ങൾക്ക് തുറക്കുമെന്നും പള്ളിയിലെ സാംസ്കാരിക, ശാസ്ത്രീയ, മത സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനം സൗജന്യമായി തുടരുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. തിരക്കേറിയ സീസണുകളിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഈ നീക്കം അനിവാര്യമാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി.
മതപരവും സാംസ്കാരികവുമായ ഒരു പ്രധാന നാഴികക്കല്ലായ മസ്ജിദിന്റെ പവിത്രത നിലനിർത്തുകയും തടസ്സമില്ലാത്ത സന്ദർശക അനുഭവം ഉറപ്പാക്കുകയും ചെയ്യുമ്പോൾ വർദ്ധിച്ചുവരുന്ന തിരക്കിനെ ഉൾക്കൊള്ളാൻ പാടുപെടുകയാണ്. മസ്ജിദിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ സമഗ്രത കാത്തുസൂക്ഷിച്ച് വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനായി അധികൃതർ സ്വകാര്യ മേഖലയുമായി കൈകോർത്തതായും സുൽത്താൻ ഖാബൂസ് ഹയർ സെന്റർ ഫോർ കൾച്ചറൽ ആൻഡ് സയൻസ് വിഭാഗം വ്യക്തമാക്കി. ബൗഷർ ബ്ലഡ് ബാങ്കിൽ പോസിറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ടവരുടെ പ്ലാസ്മ അടിയന്തരമായി ആവശ്യമുണ്ടെന്ന് ബ്ലഡ് ബാങ്ക് സർവീസസ് വിഭാഗം അധികൃതർ അറിയിച്ചു. നിരവധി രോഗികൾക്കാണ് ഈ ഗ്രൂപ്പിൽപ്പെട്ട പ്ലാസ്മ ആവശ്യമായി വന്നിരിക്കുന്നത്. ദാതാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനാൽ എല്ലാ ഗ്രൂപ്പുകളുടെയും രക്തം ആവശ്യമുണ്ട്. ബോഷർ ബ്ലഡ് ബാങ്കിൽ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 8 മണി മുതൽ രാത്രി 8 വരെയും വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും നേരിട്ടെത്തി രക്തദാനം നടത്താം. മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്നും ബ്ലഡ് ബാങ്ക് സർവീസസ് വിഭാഗം അറിയിച്ചു. അതേസമയം ഒമാനിൽ ഓരോ ദിവസം കഴിയും തോറും രക്തത്തിന്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. രക്തദാനത്തിൽ പങ്കാളികളാകുന്നതിന് പൊതുസമൂഹത്തോടും അഭ്യർത്ഥിക്കുകയാണെന്ന് ബ്ലഡ് ബാങ്ക് സർവീസസ് അധികൃതർ കൂട്ടിച്ചേർത്തു. പുരുഷന് 90 ദിവസത്തെയും സ്ത്രീക്ക് 120 ദിവസത്തെയും ഇടവേളകളിൽ രക്തദാനം നടത്താം. വിദേശത്തു നിന്നും എത്തിയവരാണെങ്കിൽ 4 മാസം കാത്തിരിക്കണം. രക്തത്തിന്റെ ഹീമോഗ്ലോബിന്റെ അളവ് പുരുഷന്മാർക്ക് 13 മുകളിലും സ്ത്രീകൾക്ക് 12 മുകളിലും ഉണ്ടായിരിക്കണം. രാജ്യാന്തര തലത്തിൽ ഡോളറിന്റെ മുന്നേറ്റത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടി. ഇന്നലെ ഒറ്റയടിക്ക് 44 പൈസ താഴ്ന്ന് ഡോളറിനെതിരെ മൂല്യം സർവകാല റെക്കോർഡായ താഴ്ചയായ 86.4 വരെ എത്തി. ഒറ്റ ദിവസം രൂപ നേരിടുന്ന ഏറ്റവും വലിയ ഇടിവാണിത്. രൂപയുടെ വീഴ്ച ഗൾഫ് കറൻസികളുമായുള്ള വിനിമയ നിരക്കിലും പ്രതിഫലിച്ചു. ഒരു ഒമാനി റിയാലിന് ഇന്നലെ ധനവിനിമയ സ്ഥാപനങ്ങൾ 223.7 രൂപ വരെയാണ് നൽകിയത്. ഡോളർ കരുത്ത് ഇനിയും വർദ്ധിപ്പിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന. ഇതുവഴി ഇന്ത്യൻ രൂപയുടെ തകർച്ച തുടരും. അതായത് ഒമാനി റിയാൽ ഉൾപ്പെടെയുള്ള GCC കറൻസി മൂല്യവും വർദ്ധിക്കും. പ്രവാസി സമൂഹത്തിന് ഇത് നല്ല അവസരമാണ്. തിടുക്കത്തിൽ നാട്ടിലേക്ക് പണമയച്ച് ലാഭം കൊയ്യാൻ പ്രവാസികൾ ശ്രമിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ തിടുക്കം വേണ്ടെന്നും കാത്തിരുന്നാൽ ഇനിയും ലാഭമുണ്ടാക്കും എന്നുമാണ് വിപണി നൽകുന്ന സന്ദേശം. ഡോളർ സൂചിക നിലവിൽ 109.90 മുകളിൽ എത്തിയിട്ടുണ്ട്. വൈകാതെ 110 ആയി ഉയർന്നേക്കാം. അതേസമയം ആദ്യമായിട്ടാണ് രൂപ ഇത്രയും താഴേക്ക് പോകുന്നത്. എന്നാൽ ഇനിയും രൂപയുടെ മൂല്യം ഇടിഞ്ഞ് മൂക്ക് കുത്തിയേക്കാം. വൈകാതെ രൂപയുടെ മൂല്യം 90ലേക്ക് എത്തിയേക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നു. രൂപയുടെ മൂല്യം കുറയുന്നതിലൂടെ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ വില വർദ്ധിക്കും. ഇന്ത്യ പ്രധാനമായും ഇറക്കുന്ന വസ്തുവാണ് ക്രൂഡ് ഓയിൽ. ബ്രെന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $80 പിന്നിട്ടു. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൻ തിരിച്ചടിയാണ്. ഉയർന്ന വില നൽകി ക്രൂഡ് ഓയിൽ വാങ്ങേണ്ട അവസ്ഥയാണുള്ളത്. ഇന്ത്യയുടെ വ്യാപാര കമ്മി കൂടാൻ ഇത് കാരണമാകും. എന്നാൽ സാഹചര്യം മുതലെടുത്ത് പ്രവാസികൾ രൂപയുടെ മൂല്യം തിരയുന്ന തിരക്കിലാണ്. എക്സ്ചേഞ്ചുകളിൽ ഇത് സംബന്ധിച്ച അന്വേഷണം വർദ്ധിച്ചിട്ടുണ്ട്.